ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. ദില്ലിയിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം. സഹസ്ര കോടികൾ മറിച്ചും മോദിയെ അട്ടിമറിക്കാൻ വൻ നീക്കം. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കണ്ട ഇന്ത്യ നേതാക്കൾ. അതിനിടെ ഇവരിൽ നിന്നും പിന്തുണ എഴുതി ഒപ്പിട്ട് വാങ്ങി എഗ്രിമെന്റും കൈക്കലാക്കി മോദിയുടെ കിടിലൻ നീക്കങ്ങൾ വൻ ബ്രേക്കിംഗിലേക്ക്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായപ്പോൾ എല്ലാ ഫലങ്ങളും വന്നതിന് ശേഷം ഡൽഹിയിൽ പുതിയ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുവാനുള്ള വലിയ നീക്കങ്ങൾ നടത്തുകയാണ്. NDA സഖ്യത്തിന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം മറുവശത്ത് ഇന്ത്യ ക്യാമ്പിൽ രാഹുൽ ഗാന്ധിയും സർക്കാർ ഉണ്ടാക്കുവാനുള്ള വലിയ നീക്കങ്ങളാണ് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും സംബന്ധിക്കുന്നിടത്തോളം ഏതാനും ചില സംഖ്യകളുടെ വ്യത്യാസത്തിലാണ്, വലിയ അന്തരമില്ല. മുന്നണികൾ തമ്മിൽ നോക്കുമ്പോൾ ഭീമമായ അന്തരം ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദവും നീക്കങ്ങളും നടത്തുകയാണ്. തങ്ങൾ സർക്കാർ ഉണ്ടാക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇന്ത്യ സഖ്യം ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് NDA സഖ്യം ഇപ്പോൾ രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകുവാനുള്ള മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുവാനുള്ള ജനഹിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം 272 MP-മാരാണ് ഇന്ത്യ ഭരിക്കുവാനുള്ള പാർലമെന്റിൽ, ലോക്സഭയിൽ ആവശ്യമായത്. ഈ 272-ൽ 293 MP-മാരുടെ പിന്തുണയാണ് NDAക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 21 MP-മാരുടെ കൂടുതൽ പിന്തുണ NDAക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വിജയ കിരീടം ചൂടിയ ആളാണ് നരേന്ദ്രമോദിയും കൂട്ടരും. ഇവർക്ക് സർക്കാർ രൂപീകരിക്കുവാനുള്ള എല്ലാ അവകാശവാദങ്ങളുമുണ്ട്. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്കാണ്. ഈ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ്. 240 MP-മാരുണ്ട്. 240 MP-മാർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് തൊട്ടടുത്ത രണ്ടാമത്തെ കക്ഷിയായിട്ട് വരുന്നത് കോൺഗ്രസ് ആണ്. 100 സീറ്റ് തികച്ചിട്ടില്ല. ഏകദേശം 99 സീറ്റുകൾ ആണ് എന്നാണ് വരുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും. 99-ൽ നിന്നും 240-ലേക്ക് ഏറെ ദൂരമുണ്ട്. അതായത് വീണ്ടും പറയുന്നത് BJPക്ക് 240 MP-മാർ ഉണ്ട്. കോൺഗ്രസിനാകട്ടെ 99 പേരേ ഉള്ളൂ. ഈ 99-ൽ നിന്നും 240-ലേക്കുള്ള ദൂരം തന്നെയാണ്. അത് 1 ലക്ഷമോ 2 ലക്ഷമോ 10,000-മോ 1000-മോ ഒക്കെ പറയുമ്പോൾ അത് ചെറിയ ദൂരമായിരിക്കാം. പക്ഷേ 543 എന്ന ലോക്സഭയിലെ മൊത്തം MP-മാരുടെ അത്രമാത്രമുള്ള കണക്ക് നോക്കുമ്പോൾ 99-ൽ നിന്ന് 240-ലേക്കുള്ള ദൂരം വലിയ ദൂരമാണ്. രണ്ടാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്. ആദ്യത്തെ അവസരം നരേന്ദ്രമോദിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ സാമ്പ്രദായികമായിട്ടും നിയമപരമായിട്ടും അതുപോലെ രാജ്യത്തെ നടപടിക്രമങ്ങൾ പാലിച്ചും മറ്റൊരു സർക്കാരിന് രൂപീകരിക്കുവാനുള്ള അവസരം രാഷ്ട്രപതിക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പ്രധാനമന്ത്രി ദ്രൗപദി മുർമുവിനെ കാണുകയും പുതിയ സർക്കാർ രൂപീകരിക്കുവാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു കഴിഞ്ഞു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജി സമർപ്പിച്ചു. ഈ കൂടിയാലോചനയിൽ തന്നെ വരുന്ന 8-ാം തീയതി ശനിയാഴ്ച പുതിയ സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു മെജോറിറ്റിയാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ മുൻഗാമികളെ നോക്കുകയാണെങ്കിൽ അത് നരസിംഹറാവു ആണ്. അതിനുശേഷം വന്നത് മൻമോഹൻ സിംഗ് ആണ്. ഈ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെക്കാളും വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റക്കക്ഷി എന്ന നിലയിൽ തന്നെ കഴിഞ്ഞ ഏകദേശം 4 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് 4 തെരഞ്ഞെടുപ്പുകൾ വരെ കോൺഗ്രസിന് കിട്ടാത്ത ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഇപ്പോൾ MP-മാരുടെ എണ്ണം തന്നെയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. 240 എന്നുള്ള സംഖ്യയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട്. NDAയിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും എഴുതി ഒപ്പിട്ട് BJPക്ക് കൊടുക്കുക. NDA പിന്തുണയ്ക്കുന്നു, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കുന്നു. ഈ ഒരു നീക്കമാണ് ഇപ്പോൾ NDA ക്യാമ്പിൽ നടക്കുന്നത്.
ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ കുതിര കച്ചവടത്തിനും എൻ ഡി എയിൽ നിന്ന് കൂടുതൽ ഘടകകക്ഷികളെ അടർത്തി മാറ്റി സ്വന്തമായിട്ട് സർക്കാർ ഉണ്ടാക്കുന്നതിനും ഇന്ത്യ സഖ്യം നടത്തുന്ന അട്ടിമറി നീക്കങ്ങൾ വിസ്മരിക്കാൻ പറ്റില്ല. ഇന്ത്യ സഖ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ കക്ഷിനില നമുക്ക് ഒന്ന് നോക്കാം. ഇന്ത്യ സഖ്യത്തിന് 232 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഭൂരിപക്ഷത്തിന് 272 സീറ്റുകൾ വേണം. അതായത് 28 പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ട് ഇരു മുന്നണികളുടെയും കൂട്ടത്തിൽ ഇല്ലാത്തത്. ഈ 28 പേരെ മൊത്തമായിട്ട് തന്നെ കിട്ടിയാലും 232 നിന്നും 28 കൂട്ടിയാൽ 260 പേരെ ആവുകയുള്ളൂ. പിന്നെ വേണ്ടത് 12 പേരാണ്. ഈ 12 പേർ ബീഹാറിൽ നിന്നുള്ള JDU-വിനെ കൂട്ടുപിടിച്ച് നിതീഷ് കുമാറിനെ കൂട്ടുപിടിച്ച് 12 കൂടെ കിട്ടിയാൽ 272 എന്നുള്ള മാന്ത്രിക സംഖ്യ ആക്കാം എന്നാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും കണക്കുകൂട്ടൽ. അതായത് JDU-വിനും ചന്ദ്രബാബു നായിഡുവിനും 18 MP-മാരുണ്ട്. ഈ 18 MP-മാരിൽ ചന്ദ്രബാബു നായിഡു വന്നിട്ടില്ല എങ്കിൽ കൂടി നിതീഷ് കുമാറിനെ മാത്രം കൂട്ടിയാൽ 12 MP-മാരെ കിട്ടും. അപ്പോൾ 232 കൂടത്തിൽ 12ഉം അതുപോലെ തന്നെ ഈ NDA-യിലും ഇന്ത്യയിലും കക്ഷികളാകാത്ത MP-മാരുടെ എണ്ണം 28 കൂടെ കൂട്ടിയാൽ 232 കൂട്ടണം 28 കൂട്ടണം 12 272 എന്നുള്ള മാന്ത്രിക സംഖ്യ കിട്ടും. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. അതായത് വളരെ തന്ത്രപരമായിട്ടുള്ള വളരെ വളരെ ഭരണം പിടിക്കുവാനുള്ള ബുദ്ധി ഉപയോഗിച്ചുള്ള നീക്കമാണ് ഇന്ത്യ സഖ്യവും നടത്തുന്നത്. പക്ഷേ ധാർമ്മികമല്ല. ധാർമ്മികമായി ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും NDA സഖ്യത്തിന് വലിയ ഭൂരിപക്ഷം ആണ് കിട്ടിയിരിക്കുന്നത്. 21 MP-മാർ അധികമുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. NDA സഖ്യത്തിന് മൊത്തമായിട്ട് 293 സീറ്റുണ്ട്. ഇതിൽ 240 സീറ്റും മുമ്പ് പറഞ്ഞതുപോലെ BJP ആണ്. 293 MP-മാരുടെ പരിപൂർണ പിന്തുണയാണ് NDA സഖ്യത്തിനുള്ളത്. 21 MP-മാരുടെ അധിക പിന്തുണയുണ്ട്. ഇതിൽ TDP-യും ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടിയും കൂടെ ചേർന്നാൽ 28 MP-മാരുണ്ട്. ഈ 28 MP-മാരെ സംബന്ധിക്കുന്ന വലിയ പിടിവലികളാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും NDA-യും തമ്മിൽ നടത്തുന്നത്. നരേന്ദ്രമോദി ഇവരിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി രാഷ്ട്രപതിക്ക് നിലവിൽ തന്നെ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ 28 അതായത് നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ TDP-യും വിട്ടുപോയാൽ 28 MP-മാർ NDA-ക്ക് കുറയും. NDA-ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും. അതോടെ ഭൂരിപക്ഷം എന്ന 272 എന്ന സംഖ്യ നരേന്ദ്രമോദിക്ക് തികയ്ക്കുവാനാവുകയില്ല. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷെ മറുവശം നമ്മൾ കാണാതെ പോകരുത്. നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്നിടത്തോളം തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാലിനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. നരേന്ദ്രമോദി NDA നേതാക്കൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വലിയ പിളർപ്പുകളുണ്ടാക്കി അവിടെ നിന്നും കക്ഷികളെ ഇപ്പോൾ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ നീക്കങ്ങളാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, സുസ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാക്കുക, വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുക, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള നിലപാട് ഇപ്പോൾ NDA-യുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം, സർക്കാർ രൂപീകരണത്തിന് BJP-ക്ക് ഘടകകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഏകദേശം 10 വർഷത്തിനിടെ ആദ്യമാണ്. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പസ്വാൻ, പവൻ കല്യാൺ, ജയന്ത് ചൗധരി എന്നിവരടക്കമുള്ള NDA-യുടെ നേതാക്കൾ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്തു. നമുക്കറിയാം ഏകദേശം ഇപ്പോൾ ഈ പറഞ്ഞത് ഏകദേശം 4-5 പേരെ വരികയുള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ നമ്മളുടെ രണ്ട് കൈയിലും എണ്ണിയാൽ കൊള്ളാത്ത അത്രമാത്രം കക്ഷികളാണ്. ഓരോ സംസ്ഥാനത്തും 2-3 കക്ഷികളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ എത്ര കക്ഷികളുണ്ട് എന്ന് നമുക്കറിയാം. 3-4 കക്ഷികൾ കേരളത്തിൽ തന്നെയുണ്ട്. അതേസമയം BJP-യെ സംബന്ധിക്കുന്നിടത്തോളം NDA സഖ്യത്തിൽ 4-5 ഘടകകക്ഷികൾ മാത്രമേ ദേശീയ തലത്തിലുള്ളൂ. ഇപ്പോൾ തന്നെ സ്പീക്കർ സ്ഥാനത്തിന് പിടിവലിയായി. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടു. 3 ക്യാബിനറ്റ് മന്ത്രിമാരും 2 സഹമന്ത്രിമാരും എന്നീ ആവശ്യങ്ങൾ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ബീഹാറിന് പ്രത്യേക പദവി നൽകുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന് അതിൽ കൂടുതൽ പ്രത്യേക പദവിയും 3 ക്യാബിനറ്റ് മന്ത്രിമാരെയും ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട്. താക്കോൽ സ്ഥാനങ്ങൾ
ഈ രണ്ട് നേതാക്കളുടെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കിങ് മേക്കർ എന്ന് ഇപ്പോൾ സ്വയം പുകഴ്ത്തി ദേശീയ തലത്തിൽ അറിയപ്പെടുകയാണ്. എന്താണെങ്കിലും ഒരു തൂക്ക് പാർലമെന്റിന്റെ സ്ഥിതി ഇപ്പോഴും ഡൽഹിയിൽ നടമാടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.